നമ്മുടെ 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് വാട്ട് ഈസ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ആദ്യം എന്താണ് ഓൾജിബ്രൈക് സിസ്റ്റം എന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ഓൾജിബ്രൈക് സിസ്റ്റം? ഓൾജിബ്രൈക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റും ആ സെറ്റിനകത്ത് പെർഫോം ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസും, അതിനെയാണ് നമ്മളൊരു ഓൾജിബ്രൈക് സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പം ജനറലായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സെറ്റ് എസ് എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ആ സെറ്റിൽ പെർഫോം ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ്, അതിനെ F1 F2 F3 എന്ന് ചെയ്തു. അപ്പം ഇതിനെയാണ് നമ്മളൊരു ഓൾജിബ്രൈക് സിസ്റ്റം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് Z പ്ലസ് എന്ന് പറഞ്ഞാൽ. Z പ്ലസ് എന്ന് പറയുമ്പോൾ Z എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റും അതിൽ പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് അഡീഷൻ, Z പ്ലസ് എന്നുള്ളത്. അപ്പം ഇതിനെയാണ് ഒരു ഓൾജിബ്രൈക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ ഓൾജിബ്രൈക് സിസ്റ്റം ഗ്രൂപ്പാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഓൾജിബ്രൈക് സിസ്റ്റം 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. 4 പ്രോപ്പർട്ടീസ്. അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെൻറ്റ്. ഈ 4 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഓൾജിബ്രൈക് സിസ്റ്റം ഇസ് സെഡ് ടു ബി ഒരു ഗ്രൂപ്പാണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് വാട്ട് ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എയും ബിയും ജിക്കകത്തുണ്ടെങ്കിൽ, അതായത് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഓൾജിബ്രൈക് സിസ്റ്റം ആ സെറ്റിൻ്റെ അകത്തുണ്ടെങ്കിൽ ദെൻ എ ഞാൻ എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത്, ഞാൻ സ്റ്റാറിന് റെപ്രസെൻറ്റ് ചെയ്യുക. എ സ്റ്റാർ ബിയും എന്തിലുണ്ടാവണം? ബിലോങ്സ് ടു ജി ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ Z എന്നുള്ള എക്സാമ്പിൾ, Z പ്ലസ് എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞില്ലേ. Z എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻറ്റിജർ സെറ്റിൻ്റെ അന്ന് ഏതൊരു ഇൻറ്റിജറിനെ വേറൊരു ഇൻറ്റിജർ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും പ്ലസ് ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ, അതാണ് അഡീഷൻ എന്ന് പറഞ്ഞു. ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ Z തന്നെ ഉള്ളത് തന്നെയല്ലേ കിട്ടണേ. ഇത് ഫോർ എനി എ ബി ബിലോങ്സ് ടു Z, ദെൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? Z തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 എലമെൻറ്റ്സ് എടുക്കുകയാണ്. എ ബി സി ബിലോങ്സ് ടു ജി എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കും. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 എലമെൻറ്റ്സ് എടുത്തു. 3 എലമെൻറ്റിനെ ഏത് ഓർഡറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് Z-ൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കണം. അതിന് എ സ്റ്റാർ ഇ എന്ത് ഓപ്പറേഷനാണോ ആ ഓപ്പറേഷൻ ഈ എലമെൻറ്റിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ആ സെയിം എലമെൻറ്റ് തന്നെ കിട്ടണം. ദാറ്റ് ഈസ് എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അടുത്തത് ഇൻവേഴ്സ് എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എ എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ കൂടെ ഒരു ഇൻവേഴ്സ് എലമെൻറ്റിന് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അതാണ് ഇൻവേഴ്സ് എലമെൻറ്റ്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൾജിബ്രൈക് സിസ്റ്റത്തിന് എനിക്കൊരു ഗ്രൂപ്പാണെന്ന് പറയാം. മനസ്സിലായോ? ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്കാണ് ആബേലിയൻ ഗ്രൂപ്പ് എന്നുള്ള ടോപ്പിക്. ആബേലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 നമുക്കെടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് പ്രൂവ് ദാറ്റ് എന്തെങ്കിലും ഒരു സാധനം ഒരു ആബേലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യിക്കാൻ പറയാം. അപ്പോൾ പ്രൂവ് ചെയ്യുമ്പം ഈ 4 കാര്യത്തിൻ്റെ കൂടെ ഒരു കേസും കൂടി ഉള്ള 5ാമത്തെ ഒരു പ്രോപ്പർട്ടിയും കൂടി അത് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആദ്യം ആബേലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ഒരു ഗ്രൂപ്പായിരിക്കണം. ഗ്രൂപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ 1 2 3 4 കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൻ്റെ കൂടെ 5ാമത്തെ കണ്ടീഷനാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാകണം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എന്നുള്ള കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിലാണ് അത് ആബേലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്.